ഈശോയുടെ രൂപാന്തരീകരണമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. സുവിശേഷകൻ 2-ാം വചനത്തിൽ പറയുന്നത് പോലെ ഈശോ രൂപാന്തരപ്പെടുകയാണ്. അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നു, വസ്ത്രം പ്രകാശം പോലെ. എന്താണ് ഇതിന്റെ അർത്ഥം? ഈശോയ്ക്ക് സംഭവിക്കുന്ന ഈ രൂപമാറ്റത്തിന്, അതും തന്റെ പ്രിയ ശിഷ്യരുടെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഈ രൂപമാറ്റത്തിന്റെ അർത്ഥം എന്താണ്? അർത്ഥം അറിയണമെങ്കിൽ 17-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ശ്രദ്ധിക്കണം. ഇതിന്റെ അർത്ഥമായിട്ട് തന്നെയാണ് മൊത്തം ഈ സംഭവത്തിന്റെ വ്യാഖ്യാനം. ഇതെന്താണെന്ന് അവിടെ സാക്ഷികളായിട്ട് നിൽക്കുന്ന, അല്ലെ പ്രേക്ഷകരായിട്ട് നിൽക്കുന്ന 3 അപ്പസ്തോലന്മാരോടാ പറയുന്നത്. മേഘത്തിൽ നിന്ന് ഒരു സ്വരം. മേഘത്തിൽ നിന്ന് വരുന്ന സ്വരം ഏതാണ്? തമ്പുരാന്റെ സ്വരമാ, ദൈവത്തിന്റെ സ്വരമാ. എന്താണ് ഈ അശരീരി പറയുന്നത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് മൊത്തം ഈശോയ്ക്ക് സംഭവിക്കുന്ന ഈ രൂപമാറ്റത്തിന്റെ, അവന്റെ മുഖം സൂര്യനെ പോലെ ആകുന്നത്, വസ്ത്രം പ്രകാശം പോലെ പ്രകാശിക്കുന്നത്, ഇതിന്റെയൊക്കെ അർത്ഥം ഇതാണ്: ദൈവപുത്രനാണ്. ഈശോയുടെ ദൈവപുത്രത്വമാണ്. ഈശോ ദൈവത്തിന്റെ മകനാണ്, പ്രിയപ്പെട്ട മകനാണ്. അതാണ് ഇവിടെ അനാവൃതമാകുന്നത്, വെളിപ്പെട്ട് കിട്ടുന്നത്. ഈശോ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള അവസ്ഥ വെളിപ്പെടുകയാണ്. ഈശോയുടെ തനിരൂപം, വിശ്വരൂപം ശിഷ്യരുടെ മുമ്പിൽ പ്രകാശിതമാവുകയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൊത്തം ഈ സുവിശേഷം 17-ാം അധ്യായം വരുന്നതിന് മുമ്പ് പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് 16-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിഷ്യന്മാരോട്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ ആരാണ് എന്നുള്ളതാണ് പ്രമേയം, ചോദ്യം. ആ ചോദ്യത്തിന് ശിഷ്യന്മാര് നാട്ടുകാരുടെ, ജനങ്ങളുടെ അഭിപ്രായം പറയുന്നു. പല ഉത്തരങ്ങൾ, 3 ഉത്തരം. എന്നിട്ട് കൃത്യം നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. 16-ാം അധ്യായം 16-ാമത്തെ വചനം. അങ്ങനെ ശിഷ്യന്മാരും ഉത്തരം പറഞ്ഞു. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴാണ് വേണ്ട രൂപാന്തരീകരണം. മലമുകളിൽ വെച്ച് ഇതേ ചോദ്യത്തിന് പിതാവ്, തമ്പുരാൻ, ഒരേ തമ്പുരാൻ പറയുന്ന ഉത്തരമാ, ഈശോ ആരാണ്? ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. ഈശോയുടെ ദൈവപുത്രത്വം, ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ആ യഥാർത്ഥ സ്വഭാവം അനാവൃതമാകുന്നു. അവന്റെ തനിരൂപം, വിശ്വരൂപം ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുവിശേഷം തുടങ്ങുമ്പോൾ ഈശോ തന്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ മലയിലെ പ്രസംഗം പറഞ്ഞു പോകുമ്പോൾ, ദരിദ്രർ ഭാഗ്യവാന്മാർ, മുന്നോട്ട് പോകുമ്പോൾ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രർ എന്നറിയപ്പെടും. 5-ാം അധ്യായം 9-ാമത്തെ വചനം. അർത്ഥം, ഈശോ പറയുന്നു എല്ലാവരും ദൈവമക്കളാണ്. ഈശോയുടെ മുമ്പിലിരിക്കുന്ന ശിഷ്യരുൾപ്പെട്ട ആരും ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഇവിടെ 17-ാം അധ്യായമാകുമ്പോൾ ദൈവപുത്രൻ, ദൈവത്തിന്റെ മകൻ ആരാണെന്നുള്ളത് അനാവൃതമാവുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈശോയിൽ വെളിപ്പെടുന്ന ഈ ദൈവപുത്രത്വം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്നതിന്റെ സാധ്യതയുടെ അങ്ങേയറ്റമാണ് ക്രിസ്തു. ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്ന സാധ്യതകളുടെ അങ്ങേയറ്റമാണ് ദൈവപുത്രത്വം. ക്രിസ്തു ദൈവപുത്രനാണ്. ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്ന സാധ്യതകളുടെ അങ്ങേയറ്റമാണ് മലമുകളില് രൂപാന്തരപ്പെട്ട് 3 ശിഷ്യന്മാരുടെ മുൻപിൽ അനാവൃതമാകുന്ന ഈ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞാൽ, ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നു, എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു, ഇതൊരു സാധ്യതയാണ്. ഞാനും നിങ്ങളും എത്തിപ്പിടിക്കേണ്ട സാധ്യതയാണ് ഈശോയിൽ അനാവൃതമാകുന്ന ദൈവപുത്രത്വം. കാരണം ഞാനും നിങ്ങളും ഈശോയുടെ വാക്കുകളിൽ തന്നെ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ദൈവപുത്രത്വം അതിന്റെ പരമാവധിയിലേക്ക് വളർത്തി അങ്ങേയറ്റത്തെത്തുമ്പോൾ ഈശോയിൽ അനാവൃതമായ ദൈവപുത്രത്വത്തിൽ നമ്മളും പങ്കുകാരാകും. അതിനുള്ളൊരു ക്ഷണമാണ് ഈശോ വചനത്തിലൂടെ ഇന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്.
രൂപാന്തരീകരണം എന്നത് നമ്മൾ ഏതൊരു മനുഷ്യനും എത്തിച്ചേരേണ്ട, വളർത്തിയെടുത്ത് എത്തിച്ചേരേണ്ട ദൈവപുത്രത്വത്തിന്റെ അങ്ങേ അറ്റമാണ് എങ്കിൽ അതിനുള്ള വഴി എന്താണ്? ഇങ്ങനെ എന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രിയാണ് എന്നുള്ളൊരു സാധ്യത വളർത്തിയെടുക്കാനുള്ള വഴി എന്താണ്? ആ വഴിയും ഇന്നത്തെ തിരുവചനത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. 17-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ തുടങ്ങുന്നത് തന്നെ 6 ദിവസങ്ങൾക്ക് ശേഷം. ഏത് 6 ദിവസങ്ങൾക്ക് ശേഷം? അല്ലെങ്കിൽ 6 ദിവസങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? 6 ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? മുന്നോട്ട് പോകുമ്പോൾ 19-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ പീഡ ഏൽപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് പത്രോസ് തടസ്സം പറയുന്നത്. അപ്പോഴാണ് പത്രോസിനെ ശകാരിക്കുന്നത്. അർത്ഥം, ഈശോ തന്റെ പീഡാസഹനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ 6 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈശോയുടെ ഈ രൂപാന്തരീകരണം കൃത്യമായിട്ടും അവന്റെ പീഡാസഹനവും മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പോരാ, ഇതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ മല ഇറങ്ങി വരുമ്പോൾ 17-ാം അധ്യായം 7-ാമത്തെ വചനത്തിലെ 9-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ ഇതാരോടും പറയരുത്. അർത്ഥം, ഈശോയുടെ മരണം, പീഡാസഹനം, മരണം, അതാണ് ഈ രൂപാന്തരീകരണത്തിന്, പോരാ ദൈവപുത്രത്വത്തിന്റെ കൊടുമുടിയിലേക്ക് വളർന്നു കയറാനുള്ള വഴി, മാർഗം അതാണ്. ഇത് ഈ പീഡാസഹനം, മരണം എന്നുള്ളതിന്റെ അർത്ഥം മുന്നോട്ട് പോകുമ്പോൾ 20-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തന്റെ ജീവൻ സമർപ്പിക്കാനുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈശോ പീഡയേൽക്കുന്നത്, മരിക്കുന്നത്. ഇതാണ് അവസാനത്തെ അത്താഴത്തിൽ കാസായി എടുക്കുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ ഈശോ പറയുന്നത്, അനേകർക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെടുന്ന രക്തം. ഈശോ വധിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പീഡാസഹനവും അതിന്റെ അവസാനം എത്തിച്ചേരേണ്ട ജീവിതത്തിന്റെ മരണവും, ഇതാണ് ദൈവപുത്രനാകാനുള്ള വഴി. പോരാ, രൂപാന്തരീകരണത്തിലൂടെ അനാവൃതമാകുന്ന ദൈവപുത്രത്വത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നു കയറാനുള്ള വഴി ഈശോ പറഞ്ഞു തരുന്നു. ക്രൂശിതനായ ഈശോയാണ് ദൈവപുത്രനാകാനുള്ള വഴി. കുരിശു മരണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഏൽക്കുന്ന പീഡാസഹനവും കുരിശു മരണവുമാണ് നിന്റെ ദൈവപുത്രത്വത്തിൽ വളർന്നു വരാനുള്ള വഴി. ഇത് തിരിച്ചറിയാനാ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ മാസമാ അരുൺ ഷൂരിയുടെ ഏറ്റവും അവസാനം എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഡൽഹിയിൽ വെച്ച് ദലൈലാമയ്ക്ക് ഒരു കോപ്പി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ നിർവഹിച്ചത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ആദിത്യ എന്ന അംഗവൈകല്യം ബാധിച്ച, ആ സെർബ്രൽ പാൾസി ബാധിച്ച കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ, 42 വർഷം വളർത്തിയ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അരുൺ ഷൂരി എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ പറയുന്നുണ്ട്, പെട്ടെന്ന് ഉദ്ധരിക്കുന്നത് മദർ തെരേസയാ. മദർ തെരേസ പറഞ്ഞ വാചകം അരുൺ ഷൂരി പറയുന്നു, മദർ പറഞ്ഞതുപോലെ ഗീവ് ചിൽ ഇറ്റ് ഹേർട്സ് യു, നിന്നെ നൊമ്പരപ്പെടുത്തുന്നത് വരെ കൊടുക്കുക. ഇതാണ് കൊടുക്കലിന്റെ മാഹാത്മ്യം അളക്കാനുള്ള വാക്കായിട്ട് ഈ പ്രശസ്തനായ പത്രപ്രവർത്തകൻ പോലും ഉദ്ധരിക്കുന്നത്. നിന്നെ മുറിപ്പെടുത്തുന്നത് വരെ കൊടുക്കുക. പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. ഒരു വൃദ്ധനായ മനുഷ്യൻ ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കൽ ഒരു ദന്തിസ്റ്റിനെ, ദന്ത ഡോക്ടറെ കാണാൻ വരുമായിരുന്നു. എല്ലാ പ്രാവശ്യം വരുമ്പോഴും അയാൾക്ക് ഒരു വ്യവസ്ഥയുള്ളൂ, 12:30 മുമ്പ് പോകണം. പല ആവർത്തി ഈ വ്യവസ്ഥ വെച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു, എന്തേ ഈ 12:30 ഒരു നിർബന്ധം? അദ്ദേഹം പറഞ്ഞു, 12:30 ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ഡിന്നർ കഴിക്കുന്നത്, അവളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകണം. എന്നും 12:30 ഡിന്നർ കഴിക്കുമോ? ഉറപ്പായിട്ടും പറഞ്ഞു, ഭാര്യയുടെ കൂടെയാ കഴിക്കുന്നത്. അപ്പൊ ചോദിച്ചു, ഭാര്യ എവിടെയാണ്? ഭാര്യ ഒരു പാലിയേറ്റീവ് കെയറിലാണ്. അപ്പൊ എന്ത് പറ്റി? അന്വേഷിച്ചപ്പോ അൾസിമിയേഴ്സ് രോഗമാ. അപ്പം ചോദിച്ചു, അൾസിമിയേഴ്സ് ഒക്കെ ബാധിച്ച് പാലിയേറ്റീവ് കെയറിലാണെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയൊന്നുമില്ല. ഇങ്ങനെ തിരിച്ചറിയോ? തിരിച്ചറിയേലായത്ത ഈ ഭാര്യയുടെ അടുത്ത് ഇത്ര നിർബന്ധം പിടിച്ച് എന്താ പോണത്? അയാൾ പറഞ്ഞു, ഡോക്ടറെ, അവക്ക് ഓർമ്മയില്ലെങ്കിലും എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കറിയാവല്ലോ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്റെ ഭാര്യയുടെ കൂടെ. ഗീവ് ചിൽ ഇറ്റ് ഹേർട്സ് യു. കൊടുക്കുക.
അത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നത് അത്രത്തോളം കൊടുക്കുക. ഈ കൊടുക്കുക, സ്നേഹത്തോടെ കൊടുക്കുക, അതാണ് ക്രൂശിതനായ ക്രിസ്തു പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ മകനാകാനുള്ള വഴി, രൂപാന്തരീകരണം സംഭവിക്കാനുള്ള വഴി. ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം, ഈ രൂപാന്തരീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം, ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥം, ഒരു വിത്ത് ചെടിയായിട്ട് വളരുന്നത് പോലെയുള്ള രൂപമാറ്റം, ഒരു ചെറു ഭ്രൂണം പൂർണ്ണ മനുഷ്യനായിട്ട് വളരുന്നത് പോലെയുള്ള ഒരു മാറ്റം. ഇത്തരം ഒരു മാറ്റം എന്നിലും നിങ്ങളിലും സംഭവിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഭ്രൂണം പോലെ, ചെറുവിത്ത് പോലെ ദൈവത്തിന്റെ മകനാകാനുള്ള ഒരു സാധ്യത എന്നിൽ ഒളിഞ്ഞുകിടക്കുന്നു. ആ ഒളിഞ്ഞുകിടക്കുന്ന സാധ്യത, അതായത് ഒളിഞ്ഞുകിടക്കുന്ന ക്രിസ്തു, ഒളിഞ്ഞുകിടക്കുന്ന ദൈവപുത്രൻ, അതിനെ വളർത്തി വളർത്തി അതിന്റെ പരമാവധിയിലേക്ക് വളർത്തുമ്പോഴാണ് നിന്നിലെ ഒരു രൂപമാറ്റം, രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഈശോയിൽ സംഭവിച്ചതുപോലെ ഈശോ നിന്നിൽ വളർന്ന് പൂർണ്ണമാകുന്ന അവസ്ഥ. ഇതിനാണ് ഈശോ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്. അതിനുള്ള വഴിയോ ക്രൂശിതനായ ഈശോ കാണിച്ചു തന്ന സ്നേഹത്തോടെയുള്ള കൊടുക്കലും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ നിന്റെ രൂപാന്തരീകരണത്തിലൂടെ പ്രിയ ശിഷ്യന്മാർക്കും ഞങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഞങ്ങൾ എത്തിച്ചേരേണ്ട ലക്ഷ്യം നീയാണ്. ദൈവപുത്രനായ ക്രിസ്തു നീയാണ്. അതാണ് നീ വെളിപ്പെടുത്തി തരുന്നത്. അത് മറ്റെങ്ങുമല്ല, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു വിത്ത് പോലെ നീ നിന്റെ ദൈവപുത്രത്വം, ഈശോയെ, അത് വളർത്തിയെടുക്കാൻ, സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിന്റെ സ്വഭാവം, പരോന്മുഖത, അതെന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വളർത്തിയെടുക്കാൻ ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരുമായി, ഓരോ ദിവസവും ഇടപെടുന്ന എന്റെ സ്നേഹിതരുമായി ഉള്ള ബന്ധത്തിൽ ഈശോയെ കൊടുക്കാൻ, സ്നേഹത്തോടെ കൊടുക്കാൻ, അത് എനിക്ക് നൊമ്പരപ്പെടുമ്പോഴും കൊടുക്കാൻ ഉള്ള വലിയ കൃപ തരിക. അതിലൂടെ എന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന നിന്റെ സ്വഭാവം, ദൈവപുത്രത്വം, അത് ഓരോ ദിവസവും വളർന്ന് വരട്ടെ. അതിനുള്ള ശ്രദ്ധയും അതിനുള്ള പ്രത്യേക കൃപയും നാഥ എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണമേ. ആമേൻ.